SFIO അന്തിമ റിപ്പോർട്ടിൽ തുടർ നടപടി സ്വീകരിക്കുന്നതിന് വിലക്ക്. കേസിൽ നിലവിലെ സ്ഥിതി തുടരാൻ ഹൈക്കോടതി നിർദ്ദേശം. നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. മാസപ്പടി കേസിൽ തൽസ്ഥിതി തുടരണം എന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം. നവമി, ഏത് പശ്ചാത്തലത്തിലാണ് കോടതി ഇങ്ങനെ നിർദ്ദേശിച്ചത്? ഒരു ഹർജിയുമായി കോടതിയെ സമീപിച്ചിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാന കാര്യമായി പറയുന്നത് ഈ SFIO സമർപ്പിച്ച കുറ്റപത്രത്തിൽ അതിൽ വീണ വിജയൻ അടക്കമുള്ളവരെ പ്രതി ചേർത്തിരുന്നു. പക്ഷെ ഇതെല്ലാം തങ്ങളുടെ ഭാഗം കേൾക്കാതെ, അതായത് തങ്ങളുടെ വാദം കേൾക്കാതെയാണ്, തങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് കേൾക്കാതെയാണ് ഇത്തരത്തിലൊരു കുറ്റപത്രം കോടതിയെ സമർപ്പിച്ചിരുന്നത്. ഈ കുറ്റപത്രം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ CMRL അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവർ ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇതിൽ ഈ ഒരു ഹർജി ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ്. 2 മാസത്തിന് ശേഷം ഇതിന്റെ വിശദമായ വാദം കേൾക്കും. അതായത് ഇപ്പോൾ വേനലവധിയാണ്, അതിനുശേഷമായിരിക്കും ഈ ഒരു ഹർജി കേൾക്കുക. അതുവരെ തൽസ്ഥിതി തുടരാൻ, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്കൊന്നും കടക്കണ്ട എന്ന തരത്തിൽ തന്നെയാണ് ഹൈക്കോടതിയുടെ ഒരു വിധിയായി, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശമായി ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി CMRLന്റെ കൂടി വിശദമായ വാദം കേട്ടതിന് ശേഷമായിരിക്കും തുടർ നടപടികളുമായി മുന്നോട്ട് പോകുവാൻ SFIക്കോ അല്ലെങ്കിൽ വിചാരണ കോടതിക്കോ കഴിയുകയുള്ളൂ. എന്തായാലും ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ തങ്ങളുടെ ഭാഗം കേൾക്കാതെയാണ് ഇങ്ങനെ ഒരു കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചതെന്നായിരുന്നു CMRL പ്രധാനമായും വാദിച്ചത്. ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിലാണ് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും തൽസ്ഥിതി തുടരാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അവധിക്കാലത്തിന് ശേഷം, അതായത് 2 മാസങ്ങൾക്ക് ശേഷമായിരിക്കും ഇതിൽ ഇനി വിശദമായിട്ടുള്ള വാദം കേൾക്കുക. അതായത് ഈ വിശദമായി വാദം കേൾക്കുന്നത് വരെ, അല്ലെങ്കിൽ കോടതിയുടെ ഒരു കൃത്യമായ തീരുമാനം എത്തുന്നത് വരെ ഈ സ്ഥിതി തുടരാം, തൽസ്ഥിതി തുടരണം എന്നുള്ളതാണോ ഇപ്പോഴത്തെ നിർദ്ദേശം? അതെ, അങ്ങനെ തന്നെയാണ് അഭിലാഷി ഹൈക്കോടതി പറയുന്നത്. അതായത് ഒരു ഭാഗം മാത്രം കേട്ടുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടി, അങ്ങനെ ഒരു നടപടി സ്വീകരിക്കാനാകുമോ എന്നൊരു സംശയം കൂടി ഹൈക്കോടതി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് CMRLന്റെ ഹർജി ഇപ്പോൾ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് ഈ ഹർജിയിൽ നോട്ടീസ് നൽകുകയും ചെയ്തു. എന്താണ് അവർക്ക് ഇതിൽ ഒരു വിശദീകരണം നൽകാനുള്ളത് എന്ന കാര്യം കൂടി ചോദിച്ചുകൊണ്ട് ഒരു നോട്ടീസ് അയക്കുവാനും ഹൈക്കോടതി തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും അവധിക്കാല ബെഞ്ച് ഈ അവധിക്കാലത്തിന് ശേഷം 2 മാസങ്ങൾക്ക് ശേഷം വിശദമായ വാദം കേൾക്കാനാണ് ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നത്. അതുവരെ SFIയുടെ അന്വേഷണം, അല്ലെങ്കിൽ അതിന്റെ തുടർ നടപടി, ഈ കുറ്റപത്രം സമർപ്പിച്ചു ഇനി വിചാരണ അടക്കമുള്ള നടപടികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ CMRLന്റെ വാദം കൂടി കേൾക്കേണ്ടതാണ് എന്നൊരു നിലപാട് തന്നെയാണ് ഹൈക്കോടതിയുടേത്. ഇത് ഏകപക്ഷീയമായ നിലപാടിലൂടെയാണ് ഇത്തരത്തിലൊരു കുറ്റപത്ര സമർപ്പണം അടക്കം നടത്തിയതെന്നായിരുന്നു CMRLന്റെ പ്രധാനപ്പെട്ട വാദം. വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് നവമി ദിനേശ് നൽകിയത്. SFIO അന്തിമ റിപ്പോർട്ടിൽ തുടർ നടപടി സ്വീകരിക്കുന്നതിനാണ് ഇപ്പോൾ ഹൈക്കോടതി വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കേസിൽ നിലവിലെ സ്ഥിതി തുടരണം എന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. CMRLന്റെ വാദം അടക്കം കേട്ടിട്ടില്ല എന്ന് CMRL വ്യക്തമാക്കിയ ഒരു പശ്ചാത്തലമുണ്ട്. നവമി, ഇനിയിപ്പോൾ ഈ കേസ് വീണ്ടും എപ്പോൾ പരിഗണിക്കും എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ടോ? SFIO അന്തിമ റിപ്പോർട്ടിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനാണ് ഇപ്പോൾ ഹൈക്കോടതി വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കേസിൽ നിലവിലെ സ്ഥിതി തുടരാം എന്നാണ് കോടതിയുടെ ഇപ്പോഴത്തെ നിർദ്ദേശം. CMRL ഉന്നയിച്ച ആരോപണങ്ങൾ എന്നത് പ്രധാനമായും അവരെ കേട്ടിട്ടില്ല എന്നതാണ്. നവമി, ഇതിലിപ്പോൾ ഇനി ഈ വിഷയം എപ്പോൾ പരിഗണിക്കും എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ടോ? അഭിലാഷ്, ഇപ്പോൾ കോടതി അവധിയാണ്, 2 മാസം വേനലവധിയാണ്. വേനലവധിക്ക് ശേഷമായിരിക്കും ഈ ഹർജി വിശദമായി കോടതി പരിഗണിക്കുക. എന്തായാലും CMRLന്റെ ഈ ഒരു ഹർജി അത് ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതുവരെ തൽസ്ഥിതി തുടരുക, അതായത് ഇപ്പോൾ ഇനിയുള്ള അന്വേഷണങ്ങൾക്കൊക്കെ താൽക്കാലികമായിട്ടുള്ള ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം 2 മാസങ്ങൾക്ക് ശേഷം ഈ ഹർജിയിൽ വിശദമായിട്ടുള്ള വാദം കേൾക്കാനാണ് കോടതിയുടെ തീരുമാനം. അതിൽ CMRLന് എന്താണോ പറയാനുള്ളത് അത് വിശദമായി തന്നെ കേൾക്കും. ഇവർ ഈ ഹർജിയിൽ പോലും പറഞ്ഞത് ഏകപക്ഷീയമായിട്ടാണ്, അതായത് കുറ്റപത്രം സമർപ്പിക്കുന്ന ഘട്ടത്തിൽ പോലും ഞങ്ങളോട്, അതായത് CMRLനോട് ഇതിന്റെ വിശദീകരണം ചോദിച്ചിരുന്നില്ല. അങ്ങനെ വിശദീകരണം ചോദിക്കാതെയുള്ള ഒരു റിപ്പോർട്ടാണ് കുറ്റപത്രമായി ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. അത് ഇനിയുള്ള ഈ വീണ വിജയനെ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുക, ഇവരെ വിചാരണ വേളയിൽ കോടതിയിലേക്ക് വിളിപ്പിക്കുക, ആ നടപടികളെല്ലാം നിർത്തിവെക്കണം, ഞങ്ങളുടെ വാദം കൂടി കേൾക്കണം എന്നായിരുന്നു CMRL പ്രധാനമായി പറഞ്ഞത്. അതെന്തായാലും ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു നടപടിയിലേക്ക്, അല്ലെങ്കിൽ
അങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയുമോ എന്നൊരു സംശയം കൂടി കോടതി പ്രകടിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് 2 മാസങ്ങൾക്ക് ശേഷം വിശദമായ വാദം കേൾക്കാനായി കോടതി തീരുമാനിച്ചിരിക്കുന്നത്. അതുവരെ തൽസ്ഥിതി തുടരുക, അതായത് ഇതിൽ തുടരന്വേഷണത്തിന്റെ കുറ്റപത്രം സമർപ്പിച്ചു. ഈ വിചാരണ അടക്കമുള്ള കാര്യങ്ങളിൽ തൽക്കാലം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 മാസങ്ങൾക്ക് ശേഷം ഹൈക്കോടതി വീണ്ടും ഇതിലൊരു വിശദമായ വാദം കേട്ടതിന് ശേഷമായിരിക്കും അന്തിമമായിട്ടുള്ളൊരു വിധി ഉണ്ടാകുക. അതിൽ മാത്രമേ വിചാരണ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. കോടതി വീണ്ടും ഈ വിഷയം വിശദമായി പരിശോധിച്ച് തീരുമാനമെടുക്കുന്നതുവരെ തൽസ്ഥിതി തുടരണം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശം.